ജ്ഞാനപ്പാന പുരസ്കാരം വൈക്കം രാമചന്ദ്രന്. ഹലോ ഗൈസ്, അപ്പോൾ നിങ്ങളുടെ പ്ലസ് ടു പഠിത്തം കാര്യങ്ങളൊക്കെ തുടങ്ങിയിട്ടുണ്ടാവും. ഇപ്പോൾ പ്ലസ് ടു പഠിച്ചുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആദ്യമായിട്ട് പഠിച്ചിട്ടുണ്ടാകുന്ന ചാപ്റ്റർ മൈക്രോ എക്കണോമിക്സ് ആയിരിക്കും. മാക്രോ ടീച്ചർ ക്ലാസ്സിൽ വന്ന് പറഞ്ഞിട്ടുണ്ട്, മൈക്രോ എക്കണോമിക്സ് ഒന്നും മാക്രോ എക്കണോമിക്സ് ഒക്കെ എന്ന് പറഞ്ഞിട്ട് ഭയങ്കര പൊലിവിലായിരിക്കും നിൽക്കുന്നുണ്ടാവുക. അപ്പോൾ നിങ്ങൾ ആക്ച്വലി ആദ്യം മനസ്സിലാക്കേണ്ടത് എന്താണ് മൈക്രോ, എന്താണ് മാക്രോ. ഇതറിഞ്ഞാൽ ഈസി ആയിട്ട് പഠിക്കാൻ പറ്റുന്നതാണ് നമ്മുടെ പ്ലസ് ടു എന്ന് പറയുന്നത്. അപ്പോൾ ആദ്യം ഞാൻ എൻ്റേതായിട്ടുള്ള ഒരു ശ്രമത്തിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം എന്താ സംഗതി. നിങ്ങൾ ആദ്യം മനസ്സിലാക്കേണ്ടത് മൈക്രോ എക്കണോമിക്സ് ആൻഡ് മാക്രോ എക്കണോമിക്സ്. ഇപ്പോൾ ഞാനിപ്പോൾ നേരത്തെ വായിച്ചുകൊണ്ടിരുന്ന ഈ പത്രം ഉണ്ടല്ലോ, ഇതിൽ ഒരുപാട് പേരുടെ റിസൾട്ടും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇതിൽ ഒരു നമ്മൾ ഏകദേശം ഒരു 100 അല്ലെങ്കിൽ 1000 പേരുടെ റിസൾട്ട് എന്ന് വിചാരിക്കുക. ഒക്കെ 1000 പേരുടെ ഫോട്ടോ വെച്ചിട്ട് വിചാരിക്കുക. ഇതിൽ ഞാൻ ഏതെങ്കിലും ഒരാളെ മാത്രം ഇങ്ങനെ കീഴെടുത്തിട്ട് എന്നിട്ട് ഇയാളെ കുറിച്ച് മാത്രം ഞാൻ പഠിക്കുകയാണെങ്കിൽ അത് നമുക്കെന്ന് പറയാം മൈക്രോ എക്കണോമിക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയൊരു ഡാറ്റയിൽ നിന്നും ചെറിയൊരു ഡാറ്റ എടുത്ത് നമ്മൾ പഠിക്കുകയാണെങ്കിൽ, ചെറിയൊരു കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഒരു യൂണിറ്റിനെ മാത്രം എടുത്ത് പഠിക്കുകയാണെങ്കിൽ അതാണ് മൈക്രോ എക്കണോമിക്സ്. ഇതാണ് സിമ്പിളായിട്ട് നിങ്ങൾ മനസ്സിലാക്കുന്നത്. അപ്പോൾ മാക്രോ എന്താ, അതായത് ഈ പത്രത്തിൽ മുഴുവനായിട്ട് കാണുന്ന എല്ലാവരെയും കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതാണ് മാക്രോ എക്കണോമിക്സ്. ഓക്കെ, അപ്പോൾ വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതിന് മാക്രോ എക്കണോമിക്സ്, ആൻഡ് ചെറിയ കാര്യങ്ങളെ കുറിച്ചാണെങ്കിൽ മൈക്രോ എക്കണോമിക്സ്. ഇനി രണ്ടാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇപ്പോൾ വ്യത്യാസം മനസ്സിലായല്ലോ. ഇനി നമ്മൾ നോക്കേണ്ട അടുത്ത കാര്യം എന്ന് പറഞ്ഞാൽ മൈക്രോ എക്കണോമിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആക്ച്വലി നമ്മളൊരു കാര്യത്തെ സൂം ചെയ്ത് നോക്കുന്ന പോലെ. നിങ്ങൾ കണ്ടിട്ടുണ്ടാവും മൈക്രോസ്കോപ്പിൽ നമ്മൾ എന്താ ചെയ്യാറില്ലേ, ഒരു ഏറ്റവും ചെറിയ നമ്മുടെ സ്കിന്നിൻ്റെ ഒക്കെ പാർട്ടിക്കിൾസ് എടുത്ത് വെച്ചിട്ട് നമ്മൾ സൂം ചെയ്ത് ഓരോന്നോരോന്ന് നോക്കും. നിങ്ങളൊക്കെ സ്കൂളിൽ പഠിച്ച മൈക്രോസ്കോപ്പ് കണ്ടിട്ടുണ്ടാവും. അപ്പോൾ സൂം ചെയ്ത് നോക്കുന്ന പോലെ അത്രയും ചെറുതാക്കി ചെറിയ കണ്ടന്റ് വരെ നമ്മൾ എടുത്ത് പഠിക്കുകയാണെങ്കിൽ മൈക്രോയിൽ ചെയ്യുന്നത്. എന്നാൽ മാക്രോയിൽ എന്താ ചെയ്യുന്നത്, അത് സൂം ഔട്ട് ചെയ്യുന്ന പോലെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വലിയ രീതിയിൽ പഠിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് കണ്ടന്റിനെ കുറിച്ച്. ഉദാഹരണത്തിന് പറയുകയാണെങ്കിൽ എൻ്റെ തൊട്ടടുത്തിരിക്കുന്ന നമ്മുടെ സാറുണ്ട്, നമ്മുടെ കൂടെ വർക്ക് ചെയ്യുന്ന സാറാണ്. സാറിനെ കുറിച്ച് മാത്രം, സാറിന് എത്ര വരുമാനം, സാറിന് എത്ര പ്രായം, സാറിൻ്റെ ചിലവ് എത്ര, സാറിന് കാമുകിയുണ്ടോ കാമുകിയില്ലേ എന്ന കാര്യങ്ങളൊക്കെ കുറിച്ച് ഈ പറയുന്ന സാറിനെ കുറിച്ച് മാത്രം ഞാൻ പഠിക്കുകയാണെങ്കിൽ അതെന്താണ്, അത് മൈക്രോ എക്കണോമിക്സ് ആണ്. എന്നാൽ ഇതുപോലെ ഭൂമിയിൽ ഒരുപാട് സാറുമാരുണ്ടല്ലോ, കേരളത്തിൽ തന്നെ ഒരുപാട് സാറുമാരുണ്ടാവും, ഇന്ത്യയിൽ തന്നെ ഒരുപാടുണ്ടാവും. അപ്പോൾ ലോകത്തിലെ എല്ലാ സാറുമാരെ കുറിച്ചും ഇങ്ങനെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് എല്ലാവരെയും ഒന്നിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആണ്. ഇതാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വരുമാനത്തെക്കുറിച്ച് മാത്രം പഠിക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ് ആണ്. എന്നാൽ ഒരു രാജ്യത്തിൻ്റെ മുഴുവൻ വരുമാനത്തെക്കുറിച്ച് പഠിക്കുകയാണെങ്കിൽ അത് മാക്രോ എക്കണോമിക്സ് ആണ്. വ്യത്യാസങ്ങൾ മനസ്സിലാക്കുക. ഇനി മറ്റൊരു പോയിന്റ് ഓഫ് വ്യൂവിൽ നമ്മൾ പറയാണ്ട് ബേർഡ്സ് ഐ വ്യൂ ആൻഡ് വേംസ് ഐ വ്യൂ എന്ന് പറയുന്നത് ടീച്ചർ പറഞ്ഞിട്ടുണ്ടാവും. അതായത് ഒരു പുഴുവിൻ്റെ കണ്ണിലൂടെ കാണുന്ന കാഴ്ചകൾ, അത്രയും ചെറിയ കാര്യങ്ങൾ മാത്രമാണ് എന്ത് ചെയ്യുന്നത് നമുക്ക് മൈക്രോയിൽ പഠിക്കാനുള്ളത്. എന്നാൽ മാക്രോയിൽ എന്താ പഠിക്കാനുള്ളത്, വലിയ ഒരു ബേർഡ്സ് ഐ വ്യൂ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഡീപ്പായിട്ട് നമുക്ക് ബേർഡ് എന്ന് പറയുമ്പോൾ എന്താ ഈ പറഞ്ഞ ഭൂമിയുടെ മുകളിലൂടെ പറന്നു പോകുമ്പോൾ നമ്മളെക്കാൾ കൂടുതൽ കാഴ്ചകൾ കാണാൻ പറ്റും. അപ്പോൾ ആ ഒരു ലെവലിലുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള പഠനമാണ് എന്ത് ചെയ്യുന്നത് അവിടെ ചെയ്യുന്നത്. ഇനി നിങ്ങൾ ഓർത്ത് വെക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം ഞാൻ പറയാം. സംഗതി ഇത്രയുള്ളൂ. മൈക്രോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെറിയ ഇതാക്കിയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് പഠിക്കുകയാണ്. അതായത് ഒരു കാര്യത്തെക്കുറിച്ച് തന്നെ വളരെ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നു. എന്നാൽ അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങളും ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ അതാണ് മാക്രോ എക്കണോമിക്സ്. നമ്മളൊരു ഉദാഹരണം കൂടി പറയാം. സംഗതി ഇത്രയുള്ളൂ. അതായത് നമ്മൾ വീട്ടിൽ നിന്നും ചോറ്, നമ്മുടെ വീട്ടിൽ സാധാരണ അമ്മ കലത്തിലോ അല്ലെങ്കിൽ നമ്മളൊക്കെ ചോറ് വെക്കാറുണ്ട്. ആ കലത്തിൽ മുഴുവനായിട്ടുള്ള ചോറ് എന്താണ്, അതാണ് മാക്രോ എക്കണോമിക്സ്. എന്നാൽ അതിൽ ഒരു ചോറിൻ്റെ വറ്റിനെ കുറിച്ച് മാത്രം നമ്മളത് കീറി മുറിച്ച് ഇത് ഏത് തരത്തിലുള്ള അരിയാണ്, ഈ വറ്റ് വെന്തിട്ടുണ്ടോ, ഇത് കഴിക്കാൻ പാകത്തുള്ള ചോറാണോ, ഇതിൽ കാർബ് എത്രത്തോളം ഉണ്ട്, ഇങ്ങനെ തുടങ്ങിയ കാര്യങ്ങൾ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് നോക്കുകയാണെങ്കിൽ അത് മൈക്രോ എക്കണോമിക്സ്. എന്നാൽ കാലത്തിലെ മുഴുവൻ ചോറിനെ കുറിച്ച് നമ്മൾ പഠിക്കുകയാണെങ്കിൽ മാക്രോ എക്കണോമിക്സ്. അപ്പോൾ ഈ ഒരു വ്യത്യാസവും ഈ ഒരു ഐഡിയ നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടാവും എന്ന് വിശ്വസിക്കുന്നത്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കാര്യം, നമ്മുടെ ചുറ്റും ഇതുപോലെ ഒരുപാട് മൈക്രോ എക്കണോമിക്സിൻ്റെയും മാക്രോ എക്കണോമിക്സിൻ്റെയും ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. അത് നിങ്ങളായിട്ട് സ്വന്തമായിട്ട് അന്വേഷിച്ച് കണ്ടെത്താൻ പറ്റുന്ന സിമ്പിൾ കാര്യങ്ങളാണ്. കാരണം മനസ്സുണ്ടെങ്കിൽ ഇതൊക്കെ നടക്കുന്ന കാര്യമുള്ളൂ. നിങ്ങൾ എന്ത് ചെയ്യുക, സ്വന്തമായിട്ട് കണ്ടെത്തുക, വീഡിയോയുടെ തൊട്ടതായി കമൻറ്റ് ചെയ്യുക. അതുമാത്രമല്ല ഇങ്ങനെയുള്ള കൂടുതൽ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നമുക്ക് പഠിക്കാനുള്ള, നമ്മുടെ പരീക്ഷയ്ക്ക് ഉതകുന്ന, നമ്മുടെ ജീവിതത്തിൽ ഉപകാരപ്പെടുന്ന ഏറ്റവും വലിയ സബ്ജക്റ്റായിട്ട് നമുക്ക് പറയാവുന്ന എക്കണോമിക്സിൻ്റെ ഒരുപാട് വീഡിയോസും കണ്ടന്റും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മുടെ ചാനൽ തന്നെ ഉണ്ടാവും. വീണ്ടും പുതിയ വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ഇറ്റ്സ് മീ സൽസബീൻ. ബൈ.